ഹലോ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഷവോമിയുടെ 2-in-1 റോബോട്ട് വാക്യൂം ക്ലീനർ. അതായത് ഞങ്ങളുടെ കുഞ്ഞപ്പൻ. ഇതിൻ്റെ ഹെൽപ്പിംഗ് അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. ഈ കുഞ്ഞപ്പനെ കിട്ടിയ പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എത്ര ബിസി ആണെങ്കിലും ഡെയിലി രാവിലെയും വൈകുന്നേരവും എൻ്റെ വീട്ടിലെ ക്ലീനിങ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നത് ഇവനുള്ളതുകൊണ്ടാണ് കേട്ടോ. വീടിൻ്റെ എല്ലാ മുക്കും മൂലയിലും ചെന്ന് കുഞ്ഞപ്പൻ ക്ലീൻ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ 2nd ഫ്ലോറാണ് കേട്ടോ. സ്റ്റെപ്പിൽ നിന്ന് താഴെ വീഴുന്നോർത്ത് ഒരു പേടിയും വേണ്ട കേട്ടോ. കുഞ്ഞപ്പൻ്റെ ദേഹത്ത് ഒരു ക്യാമറയും 25 സെൻസറും ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞപ്പൻ സേഫായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് പൊക്കോളൂ കേട്ടോ. 2200 പാസ്കൽ സക്ഷൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് പൊടിയെല്ലാം വലിച്ചെടുത്തോളൂ കേട്ടോ. സെറ്റിയുടെ അടിയിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ ഈ കുഞ്ഞപ്പൻ കയറി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഏരിയ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ പാസ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇവൻ തന്നെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല ചാർജിങ് കപ്പാസിറ്റി ആണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ചാർജ് ചെയ്യാൻ ഇടുന്നത്. രാവിലെ എഴുന്നേറ്റ് ക്ലീൻ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ 1st ഫ്ലോർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ വൈകിട്ട് 2nd ഫ്ലോറും. രാവിലെ ഫുള്ളായിട്ട് 1st ഫ്ലോർ ക്ലീൻ ചെയ്യാൻ കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു സെക്ഷൻ തീർന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് പോണേ. അങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. കുഞ്ഞപ്പൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതും കൊണ്ട് പോകും കുഞ്ഞപ്പൻ. നമുക്കെന്നാൽ കുഞ്ഞപ്പനൊന്ന് ക്ലീൻ ചെയ്താലോ. ഇതാണ് കേട്ടോ കുഞ്ഞപ്പൻ്റെ ക്യാമറയും പവർ ബട്ടണൊക്കെ. ഇതെല്ലാം ഈ കാണുന്ന എല്ലാം സെൻസറാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞപ്പൻ്റെ വലിയൊരു ഡസ്റ്റ്ബിന്നാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ കണ്ടോ എന്തുമാത്രം പൊടിയാന്ന്. ഞാൻ കുറച്ച് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാണാൻ പോലും കഴിയില്ലാത്ത എത്ര പൊടികൾ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ 2 ടയറും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നാട്ടോ വലിച്ചെടുക്കുന്ന വേസ്റ്റുകളെല്ലാം. ഇതുപോലെ നന്നായിട്ട് അഴുക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താലുള്ളൂ നല്ല പവറായിട്ട് ഇത് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിനകത്ത് നിറച്ച് മുടിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ആട്ടോ. എന്തരികത്ത് മൂലയ്ക്കും കിടന്നാലും അത് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഈ സാധനം കറങ്ങിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മോപ്പ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു മൈക്രോഫൈബർ ക്ലോത്തൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്താണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇതിൽ ആവശ്യത്തിന് നമ്മൾ ഓരോ റൂം കഴിയുമ്പോഴും വെള്ളം മാറ്റി കൊടുത്താൽ മതി. വെള്ളം നിറച്ച് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ആവശ്യമുള്ള അനുസരിച്ച്. ഇതിപ്പോൾ നമ്മൾ കുഞ്ഞപ്പനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട എല്ലാ അഴുക്കുകളും പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഡസ്റ്റ്ബിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കണേ. ഇനി നമുക്ക് അതുപോലെ തന്നെ കുഞ്ഞപ്പന് ചാർജ് ഉണ്ടെങ്കിലും കേട്ടോ കുഞ്ഞപ്പൻ വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ തന്നെ പുള്ളി ചാർജിങ് കേബിളിലേക്ക് പോയി ഇരുന്നോളൂ.